പ്രവാസി ഭാരതി 1539 AM. മുഖാമുഖം. മുഖാമുഖത്തിൽ ഇന്ന് വൺ ഇന്ത്യ വൺ പെൻഷന്റെ സജീവ പ്രവർത്തകനും അബുദാബി പ്രതിനിധിയുമായ ശ്രീ മുഹമ്മദ് നിസാറുമായി കെ ചന്ദ്രസേനൻ നടത്തുന്ന അഭിമുഖം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നമ്മുടെ മുഖാമുഖത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കാൻ പ്രവാസി ഭാരതിയുടെ ക്ഷണം സ്വീകരിച്ചൊരു അതിഥി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് നിസാർ. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് പ്രവാസി ഭാരതീയം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എടുത്തുകാട്ടിയ ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ വിഷയമുണ്ട്. വൺ ഇന്ത്യ വൺ പെൻഷൻ, അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ ജീവിക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത തുക സർക്കാരിൽ നിന്ന് പെൻഷനായി ലഭിക്കണമെന്നൊരാവശ്യം. അതൊരു ആവേശമായി ഇന്ത്യയിൽ ആകമാനം ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയുടെ അബുദാബിയിലെ അല്ലെങ്കിൽ UAE സാരഥ്യം വഹിക്കുന്ന വ്യക്തിയാണ് ശ്രീ മുഹമ്മദ് നിസാർ. അദ്ദേഹം ഒരു IT വിദഗ്ധനാണ്, വിദ്യാഭ്യാസ പ്രവർത്തകനാണ്, നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ്. എല്ലാ മലയാളി ശ്രോതാക്കളുടെയും അനുഗ്രഹാശംസകളോടെ അദ്ദേഹത്തെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ മുഹമ്മദ് നിസാർ, നമസ്കാരം. ശ്രീ മുഹമ്മദ് നിസാർ, നമസ്കാരം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രസ്ഥാനം പ്രവാസി ഭാരതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരിചയക്കാരാണ്. അതെ. പക്ഷേ ഒരു അഭിമുഖത്തിന് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും. IT രംഗമാണ് താങ്കളുടെ ഒരു വിഹാര കേന്ദ്രം. അതെ തന്നെ. മറ്റൊന്ന് പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും. അതെ അതെ അതെ. അല്ലാതെ തന്നെ ബിസിനസ് സംരംഭകനാണ്. മോശമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു മുതലാളിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന പലരും ഇത്തരത്തിലുള്ള പൊതുവായ കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്നൊരു പരാതി വ്യാപകമായിട്ടുണ്ട്. കാരണം ബിസിനസ് രക്ഷപ്പെടുമ്പോൾ പിന്നെ അവർക്ക് അവരുടേതായൊരു ലോകമാണ്, ആവശ്യമില്ലാത്തൊരു ബലം പിടിപ്പാണ്, വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഒരു സാധാരണഗതിയിൽ വിജയിച്ച ബിസിനസ്സുകാരുടെയൊക്കെ ചില ലക്ഷണങ്ങൾ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വലിയൊരു ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുന്ന ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ആ ഒരു ആശയത്തോട് താങ്കൾക്ക് എങ്ങനെയാണ് യോജിക്കാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് ഇതിലേക്ക് ആകർഷണമായത്? അത് ഒരു യാദർച്ഛികം എന്ന് പറയാൻ പറ്റില്ല ശരിക്കും. അതായത് ഒരു സാമൂഹിക പ്രതിബദ്ധത ഉള്ള ഒരു ഏതൊരു മനുഷ്യനും ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട്, അതായത് ഈ ഒരു ആശയത്തോട് ഒരു വിമുഖത കാണിക്കാൻ പറ്റില്ല. കാരണം അത്രയും നല്ലൊരു ആശയം. ഈ ആശയം ഒരിക്കലും നമുക്ക് 1, 2, 3 ആൾക്കാർക്ക് ഇപ്പം അത്യാവശ്യം ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ചാരിറ്റിയൊക്കെ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനും, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഒരുപാട് ആലോചിച്ചാലും ഒരു കാലത്തും, അതായത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു സഹായവും ഒരു സഹകരണമായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടാവാൻ പറ്റുന്നത്. അതായത് താങ്കൾക്കറിയാം, നമ്മൾ കേരളത്തിൽ മാത്രം എടുത്തു കഴിഞ്ഞാലും 100 കണക്കിന്, എനിക്കൊന്ന് 1000-കണക്കിന് അനാഥാലയങ്ങളുണ്ട്. അപ്പം അത് ഞാൻ ഇപ്പോൾ എന്നെപ്പോലുള്ളൊരു വ്യക്തി അതിനകത്തൊക്കെ പോകുന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള കാരണം വല്ലപ്പോഴും ഒക്കെ നമ്മുടെ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഈ അനാഥാലയങ്ങളൊക്കെ സന്ദർശിക്കാനുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ശരിക്കും ഈ പറഞ്ഞ വയോധികർ എന്ന് പറയുന്ന ആൾക്കാർ ശരിക്കും ഒരു തഴയപ്പെട്ട സമൂഹമായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എസ്പെഷ്യലി മക്കൾ ഒരു പക്ഷേ മറ്റ് വലിയ ഉദ്യോഗസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ വിദേശങ്ങളിലായിരിക്കാം. അപ്പോൾ അങ്ങനെ, അതായത് അവർക്കൊരു വാല്യൂ ഇല്ലാതൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂ തിരിച്ചു കൊണ്ടുവരാൻ, പേരൻസ് എന്നല്ലെങ്കിൽ വയോധികർക്കൊരു വാല്യൂ തിരിച്ചു കൊണ്ടുവരാൻ ഇതിൽ കൂടുതൽ ഒരു പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ നമുക്ക് വേറെ ഒന്നുമില്ല. അത് തന്നെയാണ് എന്നെപ്പോലെ ഒരു വ്യക്തി ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു മനസ്സിനകത്ത് അത്ര ഒരു സന്തോഷം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ അടുത്ത സമയത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ ഫ്രീക്കന്മാരും തള്ളിക്കളയുന്ന ചെറുപ്പക്കാരാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ. അറിയാലോ, സോഷ്യൽ മീഡിയയുടെ ഒരു ആധിക്യം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരിലാണ്. അവരൊക്കെ ഒരു ലാഭേച്ഛയും കൂടാതെ നമുക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഈ ഒരു മധ്യവയസ്കർക്ക് ശരിക്കും ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിനി അവർക്ക് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയും പ്രവർത്തിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? അങ്ങനെയാണ് ഞാൻ ഇതിന് കൂടുതൽ നമ്മുടെ ഒരുപാട് പ്രവർത്തനം നടത്തുന്നുണ്ട്. നമ്മൾ അബുദാബിയിലൊക്കെ എന്ന് വെച്ചാൽ 1000-ഓളം അല്ലെങ്കിൽ 2000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളൊക്കെ ശരിക്കും വൈകിട്ടത്തെ ഓൾമോസ്റ്റ് 7 മണി മുതൽ 10 മണി വരെ ഞങ്ങൾ പബ്ലിക്കിന് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരി. ഒരുപാടല്ല, UAE-ലെല്ലാം ഒരുപാട് വിദേശ രാജ്യങ്ങളിലുണ്ട്. എന്നാലും ഇവിടെയൊക്കെ ഞങ്ങൾ ഒരു പബ്ലിക്കിന് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോം, അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഞങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ
കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസേഴ്സും അതിനുള്ള പോംവഴികൾ ഞങ്ങൾ പറയുന്നുണ്ട്. നാട്ടിൽ നമുക്ക് ഇത് വളരെ വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് പ്രവാസി ഭാരതി റേഡിയോ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ വേണമെന്ന രൂപത്തിലൊരു മുഖപ്രസംഗം ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. അത് ഭയങ്കര സ്വീകാര്യമുള്ള സാധനം ആയിരുന്നു. പക്ഷെ അന്നൊന്നും നമ്മൾ ഈ ഒരു വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നൊരു ആശയത്തോട് ചോദിച്ചുകൊണ്ടായിരുന്നില്ല, വിയോജിപ്പുണ്ടായിട്ടല്ല. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടേതായ രൂപത്തിലൊരു റിസർച്ച് നടത്തി നമ്മുടെ മുഖപ്രസംഗത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന രാജേഷ് അത്തിക്കയും നല്ലവണ്ണം അതിനെക്കുറിച്ച് പഠിക്കുകയും ലോകരാജ്യങ്ങളിൽ എവിടെയൊക്കെയാണ് 60 വയസ്സ് കഴിഞ്ഞവരെ താങ്ങി നിർത്താൻ വേണ്ടി ഗവൺമെൻറ് പെൻഷൻ കൊടുക്കുന്നത്, അതിനു വേണ്ടുന്ന ഫണ്ട് ഗവൺമെൻറ് എങ്ങനെ സ്വരൂപിക്കുന്നു, ഇതിനെയൊക്കെ സംബന്ധിച്ച് വളരെ റിസർച്ച് നടത്തിയിട്ട് വളരെ പ്രസക്തമെന്ന് തോന്നിയതുകൊണ്ടാണ് പ്രവാസി ഭാരതി ഒരു മുഖപ്രസംഗം എൻ്റെ തന്നെ ശബ്ദത്തിൽ പ്രക്ഷേപണം ചെയ്ത്. അത് വളരെ വ്യാപകമായി. അത് വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ആശയക്കാരത് ഏറ്റെടുക്കുകയും പല വേദികളിലും അത് തന്നെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തതായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചൊരു അവയർനെസ് ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ചും 60 വയസ്സ് കഴിഞ്ഞവർക്കെങ്കിലും നമ്മുടെ നാട്ടിലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലേക്ക് ഈ ഒരു ആശയം, ഇതൊരു അനിവാര്യതയാണ് എന്നൊരു ബോധം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ള രാജേഷ് അത്തിക്കലിന് സ്പെഷ്യൽ ആ ഒരു മുഖപ്രസംഗം ശരിക്കും ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഞങ്ങൾ എല്ലാവരും അമ്മാനമഴ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഫേമസ് ആയ ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു അത് ഒരു പക്ഷേ ഞങ്ങളെപ്പോലൊരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്തിട്ടുണ്ട്. രാജേഷിന് ഞാൻ പ്രത്യേകം എനിക്ക് വന്ന് വിളിച്ച് അദ്ദേഹത്തിന് ഞാൻ താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ വാർഡ് തലങ്ങളിൽ മുതൽ ഏരിയ കമ്മിറ്റി എന്ന് വെച്ചാൽ ചെറിയ ഒരു വാർഡിൽ തന്നെ, കേരളത്തിലെ ഏറ്റവും ചെറിയ വാർഡാണ് ആ വാർഡിൽ ഏറ്റവും കുറഞ്ഞ ഒരു ഏരിയ, കൊച്ചു ഏരിയ മാത്രം എടുത്ത് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അത് വാർഡിലേക്ക് മാറ്റി, ആ വാർഡിൽ നിന്ന് പഞ്ചായത്തിലേക്കാക്കി, പഞ്ചായത്തിൽ നിന്ന് മണ്ഡലങ്ങളിൽ ജില്ലയിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക്, ഇങ്ങനെ ഞങ്ങളൊരു ഫുൾ പ്ലാറ്റ്ഫോമിൽ, അതായത് ഒരു സ്ട്രെച്ചേർഡ് പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറുണ്ട്. ഇപ്പോൾ എക്സ്പെഷ്യലി നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ, എക്സ്പെഷ്യലി ഈ കൊറോണ സമയത്ത് സോഷ്യൽ മീഡിയയുടെ ആധിക്യം ഒരുപാട് കൂടിയ സമയത്ത് ഞങ്ങൾക്ക് ഒരു പക്ഷേ ഇത് ഈ ലോക്ക്ഡൗൺ നമുക്ക് കുറച്ച് ഉപകാരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്, വാട്സപ്പിൽ നിന്ന് വാർഡിലേക്ക് എന്നുള്ളത്. അതായത് ഞങ്ങളുടെ എല്ലാ പഞ്ചായത്തുകളിലും, കേരളത്തിലെ ഒട്ടുമുക്ക 941 പഞ്ചായത്തുകളിലും നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റികളുണ്ട്. അപ്പോൾ അവരെല്ലാം ഏറ്റവും കൂടുതൽ നമ്മളിപ്പം വാട്സപ്പിനെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഇപ്പം എല്ലാ വാർഡിലേക്കും ഞങ്ങൾ വാർഡ് കമ്മിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 11 അംഗ കമ്മിറ്റിയുണ്ട്, എല്ലാ വാർഡിലേക്കും 11 അംഗ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി അവിടെ പ്രവർത്തനം നന്നായിട്ട് പോകുന്നു. എല്ലാ ജില്ലകളിലും ഓഫീസുണ്ട്. ഇപ്പം ഞങ്ങൾ എറണാകുളത്ത് ഓഫീസ്, അത് അങ്കമാലിയിൽ ഓഫീസ് എടുത്ത് ഉദ്ഘാടനം ചെയ്തു, സംസ്ഥാന ഓഫീസ്. മിക്കവാറും എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലെങ്കിലും ഓഫീസായിട്ടുണ്ട്. നമുക്ക് ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് എത്ര രൂപ പെൻഷനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന എത്ര രൂപ പെൻഷനാണ്? ഏറ്റവും കുറഞ്ഞത് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് 10,000 രൂപ. അപ്പോൾ പലരും ചോദിക്കും, എന്തുകൊണ്ട് 9,900 പോരെ, അല്ലെങ്കിൽ 12,000 അന്വേഷിച്ചൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതെല്ലാം ഒരു വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മാറ്റുന്നുണ്ട്. ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത്. 100% ഇപ്പം ഞാനോ താങ്കളോ ഒന്നും ഒരിക്കലും ഒരു പക്ഷേ തന്നാലും വാങ്ങിക്കാനായിട്ട് തയ്യാറാവത്തില്ല എന്നുള്ളതാണ് എൻ്റെ. ഇതിനെന്തായാലും ഒരു സ്ലാബ് സിസ്റ്റം വരും. അല്ലാതെ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്ലാബ് കൊണ്ടുവരും, അത് കൊണ്ടുവന്നോട്ടെ. എന്നാലും ഈ വയോധികരായ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക്, അതായത് വസ്ത്രം വാങ്ങിക്കാനോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ പാർപ്പിടമില്ലാത്തവർക്കെങ്കിലും അത് കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു. പക്ഷെ നമ്മൾ പൊതുവായി ആവശ്യപ്പെടുന്നത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും. എന്നാൽ അതിനകത്തൊരു സാമ്പത്തികമായ അവരുടെ ഒരു സ്റ്റാറ്റസ് കൂടി പരിഗണിക്കബിൾ ആണ്, അല്ലേ? പരിഗണിക്കേണ്ടി വരും. പിന്നെ അത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇത്രയും വലിയൊരു തുക ഗവൺമെന്റിന് കണ്ടെത്താൻ കഴിയുമോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നമ്മൾ നടത്തിയിട്ടുണ്ടോ? അതാണ്, ഞങ്ങൾ ഒരുപാട് പഠനം നടത്തിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഞങ്ങൾ പറഞ്ഞു കാണുമെന്ന് തോന്നുന്നു. അതായത് ഞങ്ങൾ കേരളത്തിലെ 140 MLA-മാർക്കും അതായത് നിവേദനം കൊടുത്തായിരുന്നു ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത്. ഈ പ്രസ്ഥാനം ഇതിനു ശേഷം ഞങ്ങൾ അന്നൊരു ചെറിയ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട്, ഒരു പ്രൈവറ്റ് ട്രസ്റ്റായിട്ട് ഒരു 3 ചെറുപ്പക്കാർ തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് ഞങ്ങളിത് കുറേ ആൾക്കാരൊക്കെ ആയപ്പോൾ ഒരു വലിയ ഭീമഗർജി ഉണ്ടാക്കി. എന്ത് ചെയ്തു, ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് ഒരു 1,00,000 പേരോളം സൈൻ ചെയ്തിട്ടൊരു ഹർജി കൊടുത്തു. ഇങ്ങനെയൊക്കെ അന്നൊക്കെ ഞങ്ങൾക്ക് ഈ തുല്യ പെൻഷൻ എന്നുള്ളതല്ലായിരുന്നു. അതായത്
60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും 10,000 രൂപയെങ്കിലും പെൻഷൻ കൊടുക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ ഇതിന് ഒരു റെസ്പോൺസും തിരിച്ച് കിട്ടാതെ വന്നപ്പോഴാണ് ഞങ്ങൾ, അപ്പം റെസ്പോൺസ് തിരിച്ച് കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അന്വേഷണത്തിൽ കിട്ടിയത് ഇതുപോലൊരു വലിയൊരു ബാധ്യത, സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ ഇന്ത്യ പോലെ അല്ലെങ്കിൽ കേരളം പോലെ ഒരു സംസ്ഥാനങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു വന്നു. അപ്പോഴേക്കും ആ നിലപാടിൽ ഞങ്ങളൊരു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത് പറഞ്ഞ് ശരിക്കും ഞങ്ങളിപ്പം വിഭാവനം ചെയ്യുന്നത് തുല്യമായിട്ട്, അതായത് 60 വയസ്സ് കഴിഞ്ഞ ഹൈക്കോടതി ജഡ്ജിക്കാണെങ്കിലും സാധാരണ കൂലിപ്പണിക്കാരനാണെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിൽ ചിലവുകൾ ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. അപ്പം അവരെയും നമുക്ക് അവരെ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നൊരു കൺസിഡറേഷൻ വരുമ്പോഴത്തേക്ക് അവരുടെ ചിലവ് ഏകദേശം ഇത്രയൊക്കെ വരും ഇന്നത്തെ കണ്ടീഷനിൽ. അപ്പം ഞങ്ങൾ പറഞ്ഞു എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇതൊരു തുല്യമായിട്ട് എല്ലാവർക്കും 10,000 രൂപ എന്നുള്ള ഈ 1,00,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അവരുടെ പെൻഷൻ 10 പേർക്ക് കൊടുക്കാൻ പറ്റിയാൽ ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം 2,100 കോടിയോളം രൂപയാണ് ഈ പെൻഷൻ തുകയായിട്ട് മാസത്തിൽ മാറ്റിവെക്കുന്നത്. അത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 21,000 പേർക്ക് കൊടുക്കാൻ പറ്റും. അല്ല, പക്ഷെ അങ്ങനെ പെൻഷൻ വാങ്ങുന്നവരിൽ നിന്ന് എടുത്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അപ്രായോഗികമല്ലേ? എതിർപ്പുണ്ടാവാം. ഈ ഒരു ആശയത്തോട് പിന്നെ വൈമുഖ്യം പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കാം, ഇങ്ങനെയൊക്കെ വരില്ലേ? അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഞങ്ങളിപ്പോൾ ഒരു കേസായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസുകാർ പറയും, നിങ്ങൾ വന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ ശമ്പളം കുറയ്ക്കാനുള്ള പ്രസ്ഥാനമായിട്ടല്ലേ നിങ്ങൾ വന്നത്. രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ അറിയാലോ, ഒരു ട്രഡീഷണൽ രാഷ്ട്രീയത്തിൽ നിന്ന് ആൾക്കാരെ മാറ്റണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മൂവ്മെൻറ്റുകൾ, നല്ല മൂവ്മെൻറ്റുകൾ നടക്കുന്നു, നന്നായിട്ട് ഇലക്ഷന് നിൽക്കുന്നു, അവർ ഒരുപാട് പ്രവർത്തിക്കുന്നു, ഒരുപാട് സീറ്റുകൾ പിടിക്കുന്നു, ആൾക്കാർക്ക് ഒരു മാറ്റത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു ട്രഡീഷണൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കൺവെൻഷണൽ പൊളിറ്റിക്സിൽ വരുന്ന സംഭവമാണ്. ഈ പറഞ്ഞ എനിക്ക് ഒരുപാട് ഈ പെൻഷൻ, അവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട്, ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് അവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർക്ക് ഒരു മിനിസ്ട്രി ഒരു 5 വർഷം പോകുമ്പോഴത്തേക്ക് ഏറെക്കുറെ നമ്മൾ വിചാരിക്കും 21 മന്ത്രിമാരല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ 21 മന്ത്രിമാർക്ക് ഏകദേശം ഒരു 20-25 ഏറെക്കുറെ ഒരു 50 സ്റ്റാഫ് ഒരു 5 വർഷത്തിനകത്തേ ഉണ്ടാവും. ഇവർക്കെല്ലാവർക്കും പെൻഷനേഴ്സാണ് അവരെല്ലാം. അപ്പോൾ അവരൊരിക്കലും ഒരു മുഖ്യധാര രാഷ്ട്രീയക്കാർക്ക് നമ്മളെപ്പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഒരു വേറൊരു പാരലൽ ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും എതിർപ്പ് ഇതിനകത്തേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് പൊളിറ്റീഷ്യൻസ് കംപ്ലീറ്റ് നമുക്കെതിരെ വരും. ഇപ്പോഴും എതിരെ തന്നെ. മുഖാമുഖത്തിൽ ഇന്ന് വൺ ഇന്ത്യ വൺ പെൻഷന്റെ സജീവ പ്രവർത്തകനും അബുദാബി പ്രതിനിധിയുമായ ശ്രീ മുഹമ്മദ് നിസാറുമായി കെ ചന്ദ്രസേനൻ നടത്തുന്ന അഭിമുഖം. മുഖാമുഖത്തിൽ ഇനിയൊരിടവേള. മുഖാമുഖം. വൺ ഇന്ത്യ വൺ പെൻഷന്റെ സജീവ പ്രവർത്തകനും അബുദാബി പ്രതിനിധിയുമായ ശ്രീ മുഹമ്മദ് നിസാറുമായി കെ ചന്ദ്രസേനൻ നടത്തുന്ന അഭിമുഖം തുടരുന്നു. നമുക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പം നിലവിൽ പെൻഷൻ വാങ്ങുന്നവരെ പിന്നെ പരോക്ഷമായി അവർക്ക് പ്രതികൂലമായി ബാധിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി പെൻഷൻ കൊടുക്കണമെന്ന് പറയുന്ന ഒരു ആശയത്തോടായിരിക്കാം ഈ ഒരു വിയോജിപ്പ് വരുന്നത്. ഇതിനകത്തുള്ളത് ഞങ്ങളുടെ പെൻഷനേഴ്സ് ഒരുപാട് പേര് ഞങ്ങളുടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ, അതായത് പെൻഷൻ വാങ്ങിക്കുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടറിൽ ഒരാളുടെ വൈഫ് പെൻഷൻ വാങ്ങിക്കുന്നതാണ്. ഓക്കെ, എൻ്റെ ഫാദറിലെ പെൻഷൻ വാങ്ങിക്കുന്നതാണ്. ഓക്കെ, എൻ്റെ ബ്രദർ പെൻഷൻ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ പറയുന്നത് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിറങ്ങിയവർക്ക് ഇതൊരു ബാധ്യതയായിട്ട് തോന്നുന്നില്ല. ഒരുപാട് പെൻഷനേഴ്സ് നമ്മുടെ ഇവിടെ ഉണ്ട്, ഒരുപാട് പെൻഷനേഴ്സ് ഉണ്ട്. അല്ല, അപ്പോൾ അവരുടെ പെൻഷൻ വെട്ടിക്കുറയ്ക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മുടെ ഒരു സാർവത്രിക പെൻഷൻ എന്നുള്ള ഒരു മേഖലയിലേക്ക് വരുമ്പോൾ അവരുടെ പെൻഷൻ ബാധിക്കും. അത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അവർക്കറിയാം ഇതാണ് സംഭവിക്കാമെന്ന് അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ അടുത്ത സമയത്ത് ഞങ്ങൾക്ക് ഒരു പോലീസിന് ഒരു ഇൻ്റലിജൻസിന് നോട്ടീസ് വന്ന് ഞങ്ങളെ ചോദിച്ചു ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിൽ ഒരു മീറ്റിങ്ങിലിരുന്ന കുറേ പേര് പറഞ്ഞു കുഴപ്പമില്ല. എനിക്ക് ജസ്റ്റ് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു ജില്ലാ
പഞ്ചായത്തിൽ നിന്ന് ഒരു വലിയൊരു നേതാവ് ഇപ്പം നിന്ന് ഒരു ഇലക്ഷന് ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷി അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ വൈഫിനും കൂടെ ഏകദേശം 93,000 രൂപയ്ക്ക് എടുത്ത് പെൻഷനാണ് ഇപ്പോൾ. പക്ഷേ ആ ഒരു പെൻഷൻ ഞാൻ അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ഏകദേശം 13 എൻ്റെ വൈഫ്, എൻ്റെ സിസ്റ്റർ, എൻ്റെ വൈഫിൻ്റെ പേരൻസ്, എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ വൈഫിൻ്റെ ഞങ്ങളെല്ലാം കൂടെ 13 പേർക്ക് 10,000 രൂപ വെച്ച് കൊടുക്കാൻ കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും ഇത് നടന്നു കഴിഞ്ഞാൽ. ദാറ്റ് മീൻസ് അപ്പോൾ എനിക്ക് കിട്ടുന്ന 90,000-നെക്കാൾ വലുത് അവർക്ക് എല്ലാവർക്കും 10,000 കിട്ടുകയാണെങ്കിൽ എനിക്ക് 1,30,000 രൂപ ഒരു മാസം വീട്ടിൽ വരില്ലേ? പക്ഷെ അദ്ദേഹം ചിന്തിച്ചതുപോലെ, ആ വ്യക്തി ചിന്തിച്ചതുപോലെ എല്ലാവരും ചിന്തിക്കില്ല. അവിടെയാണ് ഇതിന് എതിർപ്പ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമാക്കാൻ കുറച്ചുകൂടി ഒരു ശാസ്ത്രീയമായ ഒരു വിശകലനം ആവശ്യമല്ലേ എന്നൊരു തോന്നലുണ്ട്. വിശകലനം നടത്തിയിട്ടുണ്ട്, ഒരുപാട് വിശകലനം നടത്തിയിട്ടുണ്ട്. ധൂർത്തടി, അതായത് പിന്നെ അടുത്ത വേറെ ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഇന്നിപ്പോൾ അറിയാമല്ലോ, താങ്കൾക്കും അറിയാം, 100-ൽ താഴെ ജനങ്ങളാണ്, അതായത് ടോട്ടൽ നമ്മുടെ ഈ 130 കോടിയിൽ 100-ൽ പരം ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഏകദേശം 60-70% വെച്ചിരിക്കുന്നത്. അവരുടെ നിന്ന് 1% സെസ് ഏർപ്പെടുത്തിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ പറഞ്ഞ 30 കോടി ജനങ്ങൾക്ക് 10,000 വെച്ച് കൊടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ആശയമല്ലേ നമ്മൾ കുറച്ചുകൂടി അത് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ സാധാരണ ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗം ചെയ്ത് ഒരു പിയൂണായിട്ട് ജോലി ചെയ്ത് വിരമിച്ച അയാൾ 60 വയസ്സ് വരെ അല്ല 56 വയസ്സ് വരെ സ്റ്റേറ്റിലാണെങ്കിൽ ജോലി ചെയ്തിട്ട് വിരമിച്ച് ഒരു പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ഒരാളിൻ്റെ ഒരു പെൻഷൻ കൂടി നമ്മൾ തട്ടിയെടുക്കുന്നതിനപ്പുറത്തേക്ക് ഈ സമ്പത്ത് മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്ന 100-150 വരുന്ന ധനാഢ്യന്മാരെ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അഡീഷണൽ സെസ്സോ വല്ലതും ഏർപ്പെടുത്തിക്കൊണ്ട് അത് രാജ്യത്തിൻ്റെ ഒരു സമ്പത്തായി മാറ്റിക്കൊണ്ട് ഈ പറഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവർക്ക് 10,000 രൂപ പെൻഷൻ എന്നൊരു ആശയത്തെ ഹൈലൈറ്റ് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമല്ലേ, കുറച്ചുകൂടി സപ്പോർട്ട് നമുക്ക് കിട്ടില്ലേ? സെയിം ആശയം ഞങ്ങൾ ഈ പറഞ്ഞ സെസ്സിന്റെ കേസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ നിവേദനം കൊടുത്തതിൽ അതുകൊണ്ട്. പക്ഷെ ഇതൊന്നും ഈ പറഞ്ഞ കണക്ക് ഏതാണോ നല്ലത് അത് ഓപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു സമ്പദ് വ്യവസ്ഥയും നമുക്ക് ഇന്ത്യയിലേക്ക് ഒഴുകി വരുന്ന പണം ഒരു റവന്യൂ ആണെന്നുള്ള കുറച്ചുകൂടി സാമ്പത്തിക വിദഗ്ധരുമായി നമുക്കൊന്ന് സംസാരിച്ചിട്ട് കുറച്ചുകൂടി കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കിയാൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സപ്പോർട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ലേ ഒരു പരിധി വരെ? തീർച്ചയായിട്ടും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് കൂടി വൺ ഇന്ത്യ വൺ പെൻഷൻ ഒരുപാട് ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് സാമ്പത്തിക വിദഗ്ധരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിലിപ്പോൾ മൊത്തം വേണ്ട. ഇപ്പം വന്നിരിക്കുന്നത് കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. പെൻഷൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതേ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിന്റെ കേസ് എടുത്താൽ തന്നെ ഒരുപാട് ധൂർത്തുണ്ട്. ഉണ്ട്. അതുകൊണ്ട് അല്ല, താങ്കൾ പറഞ്ഞത് ധൂർത്ത് ധാരാളമുണ്ട്, അനാവശ്യമായ ചിലവ് ഒരുപാടുണ്ട്. എൻ്റെ ലിസ്റ്റ്, ആ ധൂർത്തിന്റെ ലിസ്റ്റ് ഇരിക്കുന്ന വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈസി ആയിട്ട് നാളെ മുതൽ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അത്രയ്ക്കുള്ള ഞങ്ങൾ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട്. 2, 3, 4 പെൻഷനുണ്ട് നാട്ടിൽ, അറിയാമായിരിക്കുമല്ലോ. പിന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി അയാൾ വർക്ക് ചെയ്യുന്ന US-ലാണ്. അവൻ്റെ ഫാദർ കോളേജ് അധ്യാപകനായിരുന്നു, അദ്ദേഹം മരിച്ചു. വൈഫ്, അദ്ദേഹത്തിൻ്റെ അമ്മ സ്കൂൾ അധ്യാപകയായിരുന്നു, പ്രിൻസിപ്പളായിരുന്നു, ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അവരിപ്പോൾ ജീവിച്ചിട്ടുണ്ട്. അവർക്ക് ഏകദേശം 1,00,000 രൂപയ്ക്ക് 93,000 രൂപയാണ് ഒരു മാസം ഈ രണ്ട് പെൻഷൻ കൂടെ കിട്ടുന്നത്. മക്കൾ, ഒരാൾ US-ലുണ്ട്, ഒരാൾ നാട്ടിൽ ഡോക്ടറാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഈ എൻ്റെ ഫ്രണ്ട് എനിക്ക് US-ൽ നമ്മുടെ വൺ ഇന്ത്യ പെൻഷനിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചും പറഞ്ഞ് ശരി പറഞ്ഞാൽ അമ്മ ആ ബാങ്കിലോട്ട് പോയിട്ട് വർഷങ്ങളായി. ഞങ്ങൾക്ക് അത്യാവശ്യം സ്വത്തുണ്ട്, വീടുണ്ട്, പറമ്പുണ്ട്, നെല്ലുണ്ട്, എല്ലാം ഉണ്ട്. അവർ ആ ബാങ്കിൽ ആ പൈസ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർ തന്നെ അറിയുന്നില്ല. ദാറ്റ് മീൻസ് അതുപോലെ അത് ശരിക്കും അത് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ കൂടുതൽ അതുപോലെ അത് ഓപ്റ്റ് ചെയ്യുന്നവർ മതി. ഇപ്പം ഞാനിപ്പോൾ എനിക്കിപ്പോൾ 10,000 രൂപ പെൻഷൻ തരാമെന്ന് പറഞ്ഞവർ പക്ഷേ ഞാൻ വേണ്ടെന്ന് പറയുമായിരിക്കും, താങ്കളും വേണ്ടെന്ന് പറയുമായിരിക്കും. അപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നവരെടുത്തോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്കൊരു സ്ലാബ് വെച്ചോട്ടെ. അപ്പോൾ അത് ആ ഒരു സ്ലാബിൽ മറ്റൊന്ന് നിലവിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇത് വേണമെന്നില്ലല്ലോ. അതെ, അത് തന്നെയാണ്. അപ്പോൾ പോയിട്ട് ബാക്കിയുള്ളവർക്ക് മതി. അവിടെയും അവരുടെ ഒരു സാമ്പത്തിക, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവരുടെ ഒരു സാമ്പത്തികമായ
ഒരു നിലവാരം, ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് കൂടി പരിഗണിച്ചുകൊണ്ടായാലും മതി. അതെ, അത് അവിടെ നമുക്ക് ഒരിക്കലും ഞങ്ങളൊരു അതാണ് ഞങ്ങളുടെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സാമ്പത്തിക ഭദ്രത ഉള്ളവർക്ക് ഇപ്പം ഞങ്ങളോട് പലരും പറഞ്ഞാണ്, ഇപ്പം യൂസഫ് അലിക്കും അദാനിക്കും അംബാനിക്കും ഒക്കെ ഈ 10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊട്ടന്മാരാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, അത് വേണ്ടല്ലോ, അതിനകത്ത് വരുന്നില്ലല്ലോ. അല്ല, അങ്ങനെ ഇപ്പം ഞങ്ങളുടെ ഒരു ആശയത്തിൽ അവരും ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. 60 വയസ്സ് കഴിഞ്ഞാൽ യൂസഫ് അലിയും ഇത് തന്നെയാണ്, അല്ലെങ്കിൽ അംബാനി എല്ലാവരും വരുന്നത്. പക്ഷെ എന്നാലും ഞങ്ങളുടെ മനസ്സിൽ അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പൊ ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ, അപ്പൊ ക്ഷേമ പെൻഷന് തന്നെ നാട്ടില് നമ്മൾ ഈ കൊടുക്കുന്ന സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷനിൽ തന്നെ ഒരുപാട് രീതിയിൽ സെഗ്രിഗേഷൻ വെച്ചിട്ടുണ്ട്, സ്ലാബ് വെച്ചിട്ടുണ്ട്. വീട്ടില് വീട്ടിന് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഇന്ന ഇത്രയും, അതുപോലെ ഒരു സ്ലാബ് വെക്കുന്നതിൽ കുഴപ്പമില്ല. ചില മാനദണ്ഡങ്ങൾ വെച്ചോട്ടെ. എന്തായാലും ഈ ക്യാമ്പയിൻ ശക്തിപ്പെട്ടു വരികയാണ്. ശക്തി എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. അതെ. പക്ഷെ ഇത് എത്തേണ്ട ചെവികളിൽ എത്തിയിട്ടും അവര് പിന്നെ ബധിരാണ് എന്ന് നടിക്കുന്നു അല്ലേ? അതെ. അത് സ്വാഭാവികമാണ്. നമ്മളത് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിന് മുന്നോട്ട് ഇറങ്ങിയത് എല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതുപോലുള്ള ഡിജിറ്റൽ ക്യാമ്പയിൻസ് നമ്മൾ കുറച്ച് കൂട്ടിയിട്ട് ആ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം ഇത് തന്നെയാണ്. അബുദാബിയിൽ എന്തെങ്കിലും പിന്നെ ഇനിയിപ്പോ ഈ കോവിഡിന്റെ ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും പൊതുവായ പരിപാടികൾ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളൊരു ബ്ലഡ് ഡൊണേഷൻ അതുപോലെയുള്ള അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോവിഡ് അപ്പോൾ അതിൻ്റെ കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് നടന്നില്ല. അപ്പം ജനുവരി മുതൽ ഞങ്ങൾ വ്യാപകമായിട്ട് ഒരു നല്ല രീതിയിൽ UAE ടോട്ടലി ഞങ്ങളൊരു നല്ല ക്യാമ്പയിൻ നടത്തി. ഇത് മാത്രമല്ല, ഒരു ചെറിയ ജനക്ഷേമ പരിപാടികളിലും കൂടെ ഞങ്ങൾ സജീവമാണ്. അവസ്ഥ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിൽ? നല്ല അതായത് ഓൾമോസ്റ്റ് എല്ലാ GCC രാജ്യങ്ങളിലും നല്ല കമ്മിറ്റിയാണ്, നല്ല കോർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്മിറ്റീസ് എല്ലായിടത്തും നല്ല പ്രാതിനിധ്യമുണ്ട്. മുഖാമുഖത്തിൽ ഇന്ന് വൺ ഇന്ത്യ വൺ പെൻഷന്റെ സജീവ പ്രവർത്തകനും അബുദാബി പ്രതിനിധിയുമായ ശ്രീ മുഹമ്മദ് നിസാറുമായി K. ചന്ദ്രസേനൻ നടത്തുന്ന അഭിമുഖം. മുഖാമുഖത്തിൽ ഇനിയൊരിടവേള. മുഖാമുഖം. വൺ ഇന്ത്യ വൺ പെൻഷന്റെ സജീവ പ്രവർത്തകനും അബുദാബി പ്രതിനിധിയുമായ ശ്രീ മുഹമ്മദ് നിസാറുമായി K. ചന്ദ്രസേനൻ നടത്തുന്ന അഭിമുഖം തുടരുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ പ്രത്യക്ഷത്തിൽ നമുക്ക് പിന്തുണ നൽകിയിട്ടുണ്ടോ? ഇല്ല, ആരും തന്നിട്ടില്ല. ഈവൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ട് മറുപടി ഒന്നും വന്നില്ല. സാധാരണഗതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിപ്ലൈ വരുമെന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. മെസ്സേജ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്, നോർമലി ഒരു ഓട്ടോമാറ്റിക്. അല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് ഇതിന്റെ ഒരു ഡിസിഷനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എടുക്കാമെന്നോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇതുവരെ വന്നിട്ടേ ഇല്ല. നമ്മൾ ഈ സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടു 140 MLA-മാർക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ 140 MLA-മാർക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തു. ഒരു പ്രാവശ്യം പോലും ഒരു MLA പോലും ആ ഒരു നിയമസഭയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. അതാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു മാസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇത്രയും വലിയൊരു മുന്നേറ്റമായിട്ട് വന്നിട്ട് ഇപ്പം ഞങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞങ്ങളൊരു സമ്മർദ്ദ കക്ഷിയായിട്ട് കേരളത്തിൽ നിലകൊള്ളുക. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ. അതെ, കുറച്ച് സീറ്റുകൾ. അത് വളരെ ശരിക്കും ഒരിക്കലും അത് സ്ട്രെച്ചേർഡ് ആയിട്ട് പോയതെന്നല്ല. ഞങ്ങൾ വളരെ പെട്ടെന്ന്, അതായത് കുറേ നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലോ അല്ലെങ്കിൽ ഓരോ വാർഡുകളിലോ പഞ്ചായത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർ പറഞ്ഞ് നമുക്ക് ഒരുപാട് ജനപിന്തുണയുണ്ട്, ഞങ്ങൾക്ക് നിൽക്കണമെന്ന് അവർ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. അങ്ങനെ ഞങ്ങൾ ശരിക്കും ഇതിൻ്റെ നേതൃത്വം ഒരിക്കലും ഒരു ചിഹ്നത്തിലൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല സോഫാർ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, അവരുടേതായ രീതിയിൽ OAOIP എന്നുള്ള രീതിയിൽ വന്നിട്ട് അവരെന്ത് ചെയ്തു, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഞങ്ങളുടേതായൊരു OAOPയുടെ ഒരു പിന്തുണ കൊടുത്തു. അപ്പം ഒരു 9ഓളം സീറ്റ് നമ്മൾ നന്നായിട്ട് ജയിച്ചു. ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ 2ാം സ്ഥാനത്തേക്ക് എത്തി. ചില പഞ്ചായത്തിലൊക്കെ ഞങ്ങളുടെ ഒരു ഡിസിഷൻ കാത്തിരിക്കുന്ന ഉണ്ട്. അതെ. അപ്പോൾ അതേപോലെ ഒരു മാറ്റം ആൾക്കാർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ടാണല്ലോ.
അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവേശനം ഒന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഒരു പ്ലാനിങ്ങിലുണ്ട് എങ്ങനെ വേണം എന്നുള്ളത്. അത് ഞങ്ങൾ നേതൃത്വമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ UAE അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തുള്ള പ്രവർത്തനം എങ്ങനെയാണ്? അതിന്റെ ഒരു ഘടന എങ്ങനെയാണ്? ഇത് നമ്മുടെ നാട്ടിലെ അതേ കണക്കിന് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ കമ്മിറ്റി, അതായത് ഓവർസീസ് കമ്മിറ്റി എന്ന് പറഞ്ഞ് ഒരു കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 14 രാജ്യം, ഇസ്രായേലുണ്ട്, ജോർദാനുണ്ട്, അമേരിക്കയുണ്ട്, UK ഉണ്ട്, പിന്നെ GCCയിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇതെല്ലാം മലയാളികളാണോ അതോ മറ്റിന്ത്യക്കാർ? എല്ലാ സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ നമുക്കിപ്പോൾ ഏറെക്കുറെ 13 സംസ്ഥാനങ്ങൾ നമ്മുടെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഡൽഹി വരെയുണ്ട്. നമുക്ക് നല്ല ആൾക്കാരുണ്ട്, നമ്മുടെ പ്രവർത്തനമുണ്ട്, യൂണിറ്റ്സ് ഉണ്ട്. അതുപോലെ ഇന്റർനാഷണൽ ഈ പറഞ്ഞ ഓവർസീസ് കമ്മിറ്റിയുടെ അണ്ടറിൽ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും വരുന്നുണ്ട്. അവിടെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ദുബായിൽ, ഇപ്പോൾ UAE വന്നിട്ട് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രൊവിൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് അബുദാബി ഓരോ ഇതിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അബുദാബിയിൽ തന്നെ നമുക്ക് പ്രൊവിൻസ് കമ്മിറ്റിയുടെ അണ്ടറിൽ ഏരിയ കമ്മിറ്റികളുണ്ട്. വെസ്റ്റേൺ റീജിയനിൽ, മുസഫയിൽ, അബുദാബിയിൽ, അലൈനിൽ. ഇത് നമ്മുടെ നാട്ടിലെ വാർഡ്, പഞ്ചായത്ത്, മണ്ഡലം, തന്നെയാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ചു പോകാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ ഞങ്ങൾ വളരെ സ്ട്രോങ് ആണ്. വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെപ്പോഴും പറയുന്ന ഒരു പ്രവാസി എന്ന് പറയുന്ന ഒരു 5 മലയാളിയാണെന്ന് എപ്പോഴും പൊതുവെ പറയാറുണ്ട്. അവൻ്റെ മനസ്സ് 5 മലയാളിയുടെ ഒരു കുടുംബത്തിലാണ്. അപ്പം അതിൻ്റെതായ ഒരു പ്രയോജനം ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ട്. നന്നായിട്ട് ഇത് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ നമ്മുടെ ശരിക്കും ഈ ഇലക്ഷനൊക്കെ മുമ്പ് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഓരോരുത്തർ വിളിച്ചിട്ട് ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അത് ശരി, ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ആർക്കാണ് ഇപ്പോൾ വോട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത്രയും സിൻസിയറായിട്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തിനോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ലെവലിലേക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഈ ആശയത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഈ അബുദാബിയിലെ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം അങ്ങ് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പം ഞങ്ങൾ അതായത് ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷനായിട്ട് UAE-ൽ നിന്നും വേറെ ദുബായിലൊരു അഡ്ഹോ കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്, UAE-ൽ നാഷണൽ കമ്മിറ്റി. അത് കഴിഞ്ഞാൽ അബുദാബിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഇലക്ഷനിലൂടെ ഈ എല്ലാവരും ഞങ്ങളുടെ നേതൃത്വനിര മൊത്തവും കൂടെ ഒരു ഇലക്ഷൻ നടത്തി ആൾക്കാരെ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ നവംബർ 13-ാം തീയതി ആയിരുന്നു, 13-ാം തീയതി ആയിരുന്നു ഇവിടെ ഒരു ഇലക്ഷൻ നടത്തി ഈ ഒരു ഞങ്ങളൊരു 11-അംഗ കമ്മിറ്റി രൂപീകരിച്ചത്. ഇതിന് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുമായി ചേർന്ന് നിൽക്കാൻ പ്ലാനുണ്ടോ? നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി? സോഫാർ ഇല്ല. നമുക്ക് ഒരു സ്വതന്ത്ര ചിന്താഗതിയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, കക്ഷി, വർഗ, വർണ്ണ, സാമ്പത്തിക ഒരു വിവേചനവും നമുക്കില്ല. ആർക്ക് വേണമെങ്കിലും ജാതി, മത, ആർക്കും ഇതിനകത്തൊരു മേൽക്കോയ്മയോ അല്ലെങ്കിൽ കീഴ്ക്കോയ്മയോ ഇല്ല. ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ പ്രസ്ഥാനമായിട്ട് യോജിച്ച് വർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ആ ഒരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഒരു പിന്തുണയോ അവരുടെ ഒരു സപ്പോർട്ടോ നമുക്ക് ഇതുവരെ ഇല്ല. നമ്മൾ അവർക്ക് പിന്തുണയും കൊടുത്തിട്ടില്ല. ആരുമായിട്ട് ചേർന്ന് നിൽക്കാൻ തൽക്കാലം ആലോചിക്കുന്നില്ല. ഇതിൽ മെമ്പർഷിപ്പ് ഉണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു ഘടന? ഇതിൽ ഞങ്ങളിപ്പോൾ ഇതുവരെ ഈ കഴിഞ്ഞ ഡിസംബർ വരെ നമുക്ക് ഇതുവരെ അതായത് നേതൃത്വ നിരയിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്താണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. ഇപ്പം ഞങ്ങൾ ഡിസംബറിൽ ഞങ്ങൾ ഒരു 10 രൂപ കേരളത്തിൽ രൂപയിൽ 10 രൂപ, ഇന്ത്യൻ രൂപ 10 രൂപ വെച്ചിട്ട് ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു നല്ല നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി ഇപ്പം ഒരു വാർഡിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും കുറഞ്ഞ ഒരു വാർഡിൽ 200 പേരാണ് നമ്മുടെ മനസ്സിലുള്ളത്. അത് ഈസിയായിട്ട് അടുത്ത ഒരു 1-2 മാസം കൊണ്ട് 200 മെമ്പർഷിപ്പ് ഒരു വാർഡിൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അടുത്ത നമ്മുടെ ഭാവി പരിപാടികൾ എന്താണ്? എന്തായാലും എല്ലാ 140 MLA-മാർക്ക് നമ്മൾ കൊടുത്തു. കേരള കേന്ദ്ര സർക്കാരുകൾക്ക് നമ്മൾ കൊടുത്തു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് മിനിമം 10,000 രൂപയെങ്കിലും പെൻഷൻ നൽകുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനെയാണ് നമ്മൾ വൺ ഇന്ത്യ വൺ പെൻഷൻ പേരിട്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ പോസിറ്റീവായൊരു റെസ്പോൺസ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല നെഗറ്റീവാണ്, അല്ലേ? സത്യസന്ധമായി പറഞ്ഞ
ഭയങ്കര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ പറയാനില്ല. അതായത് നെഗറ്റീവിൽ എത്രത്തോളം ബാക്കിലോട്ട് എത്രയുണ്ടോ അത് അത്രത്തോളം നെഗറ്റീവിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രാഷ്ട്രീയ കക്ഷികളിലൂടെ അല്ലാതെ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു വലിയ രാജ്യമായ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ, ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കുന്നവരും നമുക്കെതിരാണ്. അപ്പൊ ഭരിക്കുന്നവരെന്നല്ല, രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും നമുക്കെതിരാണ്. ആ സാഹചര്യത്തിൽ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാകും. എന്താണ് അതിന്റെ അടുത്ത പരിപാടി, ഭാവി പരിപാടി എന്താണ്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ സമ്മർദ്ദ ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിക്കുക, നമ്മൾ ജനങ്ങളെ ഒരുമിപ്പിച്ചിട്ട് ഞങ്ങളൊരു വോട്ട് ബാങ്ക് ആകുക. ഇപ്പോൾ അറിയാലോ, ഇന്ത്യയുടെ തലസ്ഥാനം ഒരു ആരെങ്കിലും വിചാരിച്ചിരുന്നു. അതേപോലെ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ കേരളത്തിൽ തന്നെ 1-2 പഞ്ചായത്ത്, ആ പഞ്ചായത്തൊക്കെ ഒരു വാർഡ് പോലും കിട്ടിയില്ല. അപ്പോൾ അടുത്ത 4 പഞ്ചായത്തും കൂടെ അവർക്ക് കിട്ടി. അത് മീൻസ് ആൾക്കാർ, അതായത് ജനങ്ങൾ, താഴെ തട്ടിലുള്ള ജനങ്ങൾ അവരൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു പക്ഷേ ഈ അടുത്ത ഇലക്ഷന് ഞങ്ങളൊരു സമ്മർദ്ദ ശക്തിയാവാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ മിക്കവാറും 140 മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ ഒരു പ്രസൻസ് അറിയിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയത്തില്ല, എങ്കിലും ഞങ്ങളുടെ ഒരു പ്രസൻസ് അറിയിക്കും. ആ പ്രസൻസ് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ആശയവുമായിട്ട്, സത്യം പറഞ്ഞ ഈ ആശയവുമായിട്ട് ബന്ധപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സത്യം കഷ്ടമെന്നേ പറയാനുള്ളൂ. അത്രയും അത് ആശയത്തിന് വേറെ ലോകത്തൊരാൾക്ക് പോലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് വീണ്ടും ഞങ്ങൾ പറയുന്നു, ഇന്ന് ഈ പറയുന്നക്ക് ഒരു 10,000 രൂപ ഒരു അച്ഛന് കിട്ടിക്കഴിഞ്ഞാൽ അത് അച്ഛൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ മക്കൾക്കാണ്, അല്ലേ? അല്ലെങ്കിൽ ആദ്യത്തെ സഹോദരങ്ങൾക്കാണ്. അപ്പോൾ ഈ പൈസ കംപ്ലീറ്റ് മാർക്കറ്റിലോട്ടാണ് വരുന്നത്. അതായത് ആ ഒരു കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ കുടുംബം ഇപ്പോൾ ഒരു സംസാരിക്കുകയാണെങ്കിൽ ഒരു ദിവസം സംസാരിച്ചാൽ തീരത്തില്ല. അപ്പോൾ ഈ പെൻഷൻ, നമ്മുടെ നോർമൽ ട്രഡീഷണൽ പെൻഷൻ വൈസസ് ഈ ഒരു ക്ഷേമ പെൻഷൻ എന്ന് പറയുമ്പോൾ, ഈ ക്ഷേമ പെൻഷൻ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന 99% പൈസയും അതാത് മാസം മാർക്കറ്റിൽ ഇറങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും കുറഞ്ഞത് 25% എന്തായിട്ട് ടാക്സ് ആയിട്ട് വീണ്ടും ഗവൺമെൻറ്റിലേക്ക് തന്നെ പോകും. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു ഭയങ്കര ഒരു യഥാർത്ഥ സോഷ്യലിസം ഇന്ത്യയിൽ പിറവിയെടുക്കുമെന്നുള്ളതിന് 100% ഒരു സംശയവുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. ഞാൻ പറഞ്ഞ 10,000 രൂപയിൽ ഒരു പൈസ പോലും ചിലപ്പം മാറ്റി വയ്ക്കാൻ കാണില്ല ആൾക്കാരുടെ. അവർ മാർക്കറ്റിൽ കൊണ്ടുവരും, ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കും. ആ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്തായാലും GST നമുക്ക് കൊടുത്തേ പറ്റുമല്ലോ. അത് കൊടുത്ത് അത് വീണ്ടും അതിൻ്റെ 25% പൈസ നേരെ മാർക്കറ്റിൽ വരെയാണ് വീണ്ടും, അതായത് ഗവൺമെൻറ്റിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ പക്ഷേ ഇത്രയും വലിയൊരു ഫണ്ട് ഗവൺമെൻറ്റിന് താങ്ങാൻ പറ്റുമോ? അത് ഇനി ഒരുപാട് കഥകൾ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് കണക്കുകൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ അതായത് ഞങ്ങളിപ്പോൾ ഉദാഹരണം ഇപ്പോൾ എഡ്യൂക്കേഷൻ, അതായത് കേരളത്തിലെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്റ്റാഫുകളുടെയൊക്കെ എണ്ണവും അവർ വാങ്ങിക്കുന്ന എക്സ്ട്രാ അലവൻസസും അല്ലെങ്കിൽ ആ അന്നത്തെ റേഷ്യോയും ഇന്നത്തെ സ്റ്റുഡൻസിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇപ്പം ഏറെക്കുറെ ഒരു കേരളത്തിൽ ഒരു സ്റ്റുഡൻറ്റ് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട് വരുമ്പോൾ ഏകദേശം 3,500-4,000 രൂപ അയാൾക്ക് ആ കുട്ടിക്ക് ഫീസ് ആവുന്നുണ്ട്. അതായത് ഒരു നല്ലൊരു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും പൈസ ആ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ സർക്കാർ മുടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ മുടക്കുന്നുണ്ട്, ഓരോ ഇന്ത്യക്കാരനും ഓരോ പൗരനും മുടക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഒരുപാട് ഈ റേഷ്യോ, അതായത് സ്റ്റുഡൻസിൻ്റെ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കൂടുതലാണ് ആ സ്പെൻഡ്, ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞങ്ങളെ ഒരു ഈ ഒരു പ്രൊട്ടക്ഷനിൽ പറയുന്നത് ഇവരെയൊക്കെ നമുക്കിപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം കൊറോണ വന്നപ്പോഴത്തേക്ക് ടീച്ചേഴ്സിനെ എല്ലാം റേഷൻ കടയിലൊക്കെ കൊണ്ടിരുത്തി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പരാതികളൊക്കെ ആയിട്ട് വന്നു. ശരിക്കും അങ്ങനെ ഒരു റീസ്ട്രക്ചറിങ്, ഒരു റീ എഞ്ചിനീയറിംഗ് മോഡൽ കേരളത്തിലെ ഇതിൽ വന്നു കഴിഞ്ഞാൽ, സർക്കാർ ഉദ്യോഗസ്ഥരിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാവും. പക്ഷെ അത് സാധ്യമാണോ? അതുകൊണ്ടാണല്ലേ ഇവരൊക്കെ കൂടുതൽ നമുക്ക് എതിരാവുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ ആ ഒരു എതിർപ്പാണ് നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. മുഖാമുഖത്തിൽ ഇന്ന് വൺ ഇന്ത്യ വൺ പെൻഷന്റെ സജീവ പ്രവർത്തകനും അബുദാബി പ്രതിനിധിയുമായ ശ്രീ മുഹമ്മദ് നിസാറുമായി കെ ചന്ദ്രസേനൻ നടത്തുന്ന അഭിമുഖം. മുഖാമുഖത്തിൽ ഇനിയൊരിടവേള. മുഖാമുഖം. വൺ ഇന്ത്യ വൺ പെൻഷന്റെ സജീവ പ്രവർത്തകനും അബുദാബി പ്രതിനിധിയുമായ ശ്രീ മുഹമ്മദ് നിസാറുമായി കെ ചന്ദ്രസേനൻ നടത്തുന്ന അഭിമുഖം തുടരുന്നു.
നമുക്കൊരു അവയർനെസ് ക്യാമ്പയിൻ പ്ലാൻ ഉണ്ടോ ഈ എല്ലാ സ്ഥലങ്ങളിലും? നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരുപാട് സംഘടനകളുണ്ട്, അറിയാമല്ലോ, കൂട്ടായ്മകൾ ധാരാളമുണ്ട്. എവിടെ മലയാളി ഉണ്ടോ അവിടെ 10 സംഘടന ഉണ്ടാവും. ആയിക്കോട്ടെ, അപ്പൊ അത്തരത്തില് ഒരു സംഘടന കൊണ്ട് ശക്തരാകാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ കൂട്ടായ്മയിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുന്നവരാണ് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി. എല്ലാത്തിന്റെ നിലനിൽപ്പും അതിന് അടിസ്ഥാനമാണ്. ഈവൻ റേഡിയോ പോലും ചില ഈ കൂട്ടായ്മകളിലൂടെ തന്നെയാണ് റേഡിയോ പോപ്പുലറായി വരുന്നത്. അത്തരം കൂട്ടായ്മകളുടെ ഒക്കെ തന്നെ സഹകരണത്തോടെ പിൻബലത്തോടെ നമുക്ക് ഈ കോവിഡിന്റെ മാനദണ്ഡങ്ങളും റെസ്ട്രിക്ഷൻസ് മാറിക്കഴിഞ്ഞാൽ ഗൾഫിലാകമാനമായി ഒരു ക്യാമ്പയിൻ പ്ലാൻ ഉണ്ടോ? ഒരു മാസ് ക്യാമ്പയിനുള്ള പ്ലാൻ ഉണ്ട്. അതാണ് കുറച്ചുകൂടി അവയർനെസ് സുഹൃത്തുക്കൾക്ക് വരാൻ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മ വളരെ കുറവാണ് യുഎയിൽ. അവിടെയും ഈ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുണ്ട്. എന്നാലും പ്രാദേശിക കൂട്ടായ്മകളുണ്ട്, ധാരാളമുണ്ട്. അവിടെ പിന്നെ വലിയ രാഷ്ട്രീയമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മിക്കവാറും എന്താണ് ഈ ഇന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കൂട്ടായ്മയിൽ 2 ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ഒന്നുകിൽ ചുരുക്കത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ പിൻബലമുള്ള കൂട്ടായ്മകൾ ഇതിനോട് സഹകരിക്കില്ല എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് എല്ലാ ദിവസവും സ്പഷ്ടമായിട്ട് കല്ലറി അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം കല്ലറി കിട്ടുന്നുണ്ടല്ലേ? അല്ല, എന്നാലും അതിനപ്പുറത്തേക്ക് കൂട്ടായ്മകളുണ്ട് ഇവിടെ. പോസിറ്റീവായി ചിന്തിക്കുന്ന, നമ്മുടെ ഉന്നമനവും നമ്മുടെ ക്ഷേമവും മാത്രം ലക്ഷ്യമാക്കിയുള്ള സംഘടനകൾ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് സംഘടനകളുടെ അത്തരം സംഘടനകളുടെ ഇപ്പം അങ്ങനെ ഒരു മാറ്റം, അതായത് ഇപ്പം ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു മുറവിളിയാണ് ജനങ്ങൾ. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരുടെ ഇടയിൽ ഭയങ്കര ഒരു മാറ്റം വരുന്നുണ്ട്. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ആശയമായിട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഈ മുതിർന്നവരെക്കാളും 60 വയസ്സ് കഴിഞ്ഞവരെക്കാളും കൂടുതൽ ചെറുപ്പക്കാരുടെ സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കര ചേഞ്ചാണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ അതൊരു ചേഞ്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട്, അതായത് നാട്ടിലെ ഈ 11ാം ശമ്പള കമ്മീഷൻ കഴിഞ്ഞ ഒക്ടോബറിൽ നിലവിൽ വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഭയങ്കരമായിട്ട് ഒരു ക്യാമ്പയിൻ നടത്തി. അതിനുശേഷം സർക്കാരൊന്ന് മാറ്റി പക്ഷേ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ കൊണ്ടായിരിക്കാം മാറ്റി വെച്ചെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അത് മാറ്റി വെച്ചു. അതിൽ ഭയങ്കര ന്യൂസ് വാല്യൂ ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാ പത്രങ്ങളിലൊക്കെ വന്നതാണ്. അപ്പോൾ അതിനുശേഷം അത് മാറ്റി വെച്ചിരിക്കുന്നു, വീണ്ടും കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു അടുത്ത ഇലക്ഷൻ വരെയല്ല, അതിന് മുമ്പായിട്ട്. അതെല്ലായ്പ്പോഴും ഒരു ഇലക്ഷന് മുമ്പായിട്ട് ഒരു ശമ്പള പരിഷ്കരണം വരും. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഓരോ മാറി വരുന്ന ഗവൺമെൻറ് പറയുന്നത് 41 രൂപയിൽ തുടങ്ങിയ ക്ഷേമ പെൻഷൻ ഇപ്പോൾ 1400 വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ 1500 വന്ന് നിൽക്കുന്നു പറയുമ്പോൾ ശമ്പളവും ഇതേ കണക്ക് തന്നെയാണ് തുടങ്ങിയത്. അന്ന് നമ്മുടെ നാട്ടിലെ ശമ്പളം 400 രൂപ എന്നുള്ളത് ഇപ്പം 44,000 രൂപയായി മാറി. അതായത് ഏറെക്കുറെ 1000% മാറി. അപ്പോൾ അതനുസരിച്ച് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 5% പോലും കൂടിയിട്ടില്ല, അല്ലെങ്കിൽ 10% പോലും കൂടിയിട്ടില്ല. ആ ഒരു ഇൻറ്റൻഷൻ നമുക്കുണ്ട്. കാരണം നമുക്ക് നമ്മൾ മുന്നോട്ട് വെച്ച് ആശയം നടപ്പാക്കണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് സഹകരിച്ചേ പറ്റൂ. എന്താണ് ഇപ്പം നമ്മുടെ ഗൾഫിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്? സമൂഹത്തെ സ്നേഹിക്കുന്ന, അതായത് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അതേപോലെ അത് പറയുമ്പോൾ ഒരുപാട് ഇമോഷണലായി പോകും. അതാണ് പറഞ്ഞത്. അതായത് ഈ വയോധികരെന്ന് പറഞ്ഞ ആ ഒരു വെറുക്കപ്പെട്ട സമൂഹമായിട്ട് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പ്രസ്ഥാനത്തിൽ കൈകോർത്തേ പറ്റൂ. വാർദ്ധക്യം ഒരു ശാപമാണ് എന്ന് കരുതപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ വാർദ്ധക്യകാലത്ത് അവർക്ക് ചെറിയൊരു കൈത്താങ്ങ് എങ്കിലും നിൽക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു ആശയം നടപ്പിലാക്കി മതിയാവും. തീർച്ചയായിട്ടും അതല്ലേ? അതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കുന്ന സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ലോക രാജ്യങ്ങൾ അതിന് വേണ്ടുന്ന സമ്പത്ത്, റവന്യൂ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് പ്രവാസി ഭാരതി 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ എന്ന് പറഞ്ഞൊരാശയത്തെക്കുറിച്ചൊരു മുഖപ്രസംഗം തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്തത്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അവർ ഒറ്റപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന, അവർക്ക് ചെറിയ ഒരു കൈത്താങ്ങെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് യുവജനങ്ങൾ ഇതിനോട് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ആവിഷ്കരിച്ച് മുന്നോട്ട് വെച്ചിരിക്കുന്ന രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലെങ്കിലും ഇതിനനുസരിച്ചൊരു പ്രായോഗികമായ മാറ്റം അനിവാര്യമാണ്. നമ്മൾ പറയുന്ന പോലെ ഒരിക്കലും ഒരു ഗവൺമെന്റ് ആവിഷ്കരിക്കാൻ പറ്റില്ല. പക്ഷെ ആ രൂപത്തിലെങ്കിലും മാറ്റങ്ങളോടെ ഇത് നടപ്പിലാക്കി വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. ഒരു ബഹുജന മാധ്യമം എന്നുള്ള നിലയ്ക്ക് ബഹുജന മാധ്യമം എന്ന് വിശേഷിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾക്കിഷ്ടം. ഉറപ്പായിട്ട്. അതായത് പ്രവാസി ഭാരതിയെ പോലെ ഒരു
അതായത് ഇത് ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഇത് ശരിക്കും സമൂഹത്തിന് വേണ്ടി, അതായത് ഒരു പബ്ലിക് സർവീസ് മാധ്യമമായിട്ട് തന്നെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പട്ടിണി മാറുന്നില്ല. അത് പൊതുവേ ഇത് സഹായിക്കുന്നവരെ മാറ്റി നിർത്താനാണല്ലോ എപ്പോഴും ഉദ്ദേശം. അതെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോലൊരു അതായത് പ്രവാസി ഭാരതി വ്യക്തമായിട്ട് നമുക്കറിയാം. ഇപ്പം ഇത്രയും ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ താങ്കൾ എത്ര കോളിനാണ് അങ്ങോട്ട് വിളിച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. അവരുടെ പേഴ്സ് പോയി, അല്ലെങ്കിൽ ഇത് പോയി, എന്തെല്ലാം കാര്യങ്ങൾ താങ്കൾ അങ്ങോട്ട് മൊബൈലിൽ നിന്ന് വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ഒരു മനോഭാവം, അതായത് സഹായ മനോഭാവമുള്ളൊരു, എനിക്ക് തോന്നുന്നത് ഇപ്പം മറ്റ് റേഡിയോകളൊക്കെ ആൾക്കാരിപ്പം അതൊരു പാഷൻ റേഡിയോ ആയിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ, ഈ പറഞ്ഞ FMs ഒക്കെ. അപ്പോൾ അതിലൊക്കെ പക്ഷെ അതിനാണ് നിലനിൽപ്പ് കേട്ടോ. നമ്മൾ സത്യം ചിലത് സത്യമായി തന്നെ തിരിച്ചറിയണം. അതിനാണ് നിലനിൽപ്പ്. ഇത്തരം ബഹുജന ഹിതായ ബഹുജന സുഖായ എന്ന് പറയുന്നതിനൊന്നും വലിയ നിലനിൽപ്പൊന്നും അധികകാലം ഉണ്ടാവില്ല. പക്ഷേ പോകുന്നിടത്തോളം അത് പോട്ടെ എന്ന രൂപത്തിലാണ് കാര്യം. എന്തായാലും ഈ ഒരു ആശയത്തോട് ഞങ്ങൾക്ക് 100% യോജിപ്പാണ്. ഈ നിങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ചില സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളത് ചില പ്രായോഗികമാവും ഞങ്ങൾക്കും സംശയമുണ്ട്. ബട്ട് ഇതിൻ്റെ ഒരു കരട് എടുത്തിട്ട് ഇതിനെ ഏതെല്ലാം രൂപത്തിലേക്ക് ഇനി നമുക്ക് റിഫൈൻ ചെയ്യാം, ആ രൂപത്തിലേക്ക് ഇതിനെ കടഞ്ഞെടുത്ത് ഇതിലെ സത്ത് മാത്രം എടുത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഇത് അർഹിക്കുന്നവർക്ക് കൊടുക്കത്തക്ക തരത്തിലുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സാധ്യമായി, ഇന്നല്ലെങ്കിൽ നാളെ അത് എന്തായാലും സാധ്യമാവും. അതിനുള്ള ബഹുജന പ്രക്ഷോഭം തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞങ്ങളതിന് ഇതിന് ഒരു ആത്യന്തികമായൊരു വിജയത്തിന് വേണ്ടി, ആ വിജയം വരെ ഞങ്ങൾ പൊരുതും. ആ വിജയം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. കാരണം അതിനുള്ള ചില ചലനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, ദൃശ്യമായിട്ടുണ്ട്. എന്തായാലും താങ്കൾക്കും താങ്കളുടെ പ്രസ്ഥാനത്തിനും പ്രവാസി ഭാരതിയുടെ എല്ലാ ആശംസകളും നേരുന്നു ശ്രീ മുഹമ്മദ് നിസാർ. ഇത്രയും വലിയ, അതായത് എനിക്ക് തോന്നുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും, അതായത് ഒരു ഡിജിറ്റൽ റേഡിയോ എന്ന് പറയുന്നത് പവർഫുൾ റേഡിയോ. അതെ. അപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ, അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വന്ന് ഇതുപോലെ ഒരു അഭിമുഖം തരാനായിട്ട് നിങ്ങൾ കാണിച്ച ഒരു സന്നദ്ധതയ്ക്ക് ശരിക്കും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. എന്തായാലും എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിലും ഓരോ അണികളുടെ പേരിലും, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ചേർന്ന ഓരോ അണികളുടെ പേരിലും ഞാൻ ഒരു ഹൃദയത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ. വൺ ഇന്ത്യ വൺ പെൻഷന്റെ സജീവ പ്രവർത്തകനും അബുദാബി പ്രതിനിധിയുമായ ശ്രീ മുഹമ്മദ് നിസാറുമായി K. ചന്ദ്രസേനൻ നടത്തിയ അഭിമുഖം സമാപിക്കുന്നു.